ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്ന വളരെ രസകരമായ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ബിഗ് ബോസിൻ്റെ റോബോ ഡോഗായ സ്പൈക്കുട്ടൻ ഹൗസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ആകാംക്ഷയോട് കൂടിയിട്ടാണ് സ്പൈക്കുട്ടൻ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കുന്നത്. ഗാർഡൻ ഏരിയയിലുണ്ടായിരുന്ന ജിഷിനും മസ്താനിയും ലക്ഷ്മിയും എല്ലാം ഹായ് ഹലോ ചെയ്തിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ സ്പൈക്കുട്ടൻ നേരെ ഹൗസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലിവിങ് റൂമിൽ അവിടെയും ഇവിടെയും ഒക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ബെഡ്റൂമിലേക്കാണ് പോയത് സ്പൈക്കുട്ടൻ എൻ്റർ ചെയ്യുന്നത് കണ്ടതോടു കൂടിയിട്ട് എല്ലാവരും പരിഭ്രമത്തിലായി. ലാസ്റ്റ് ടൈം ലാലേട്ടൻ വന്നപ്പോൾ സ്പൈക്കുട്ടൻ വന്നിട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നത് കണ്ട് ഇവരെ വഴക്ക് പറഞ്ഞിരുന്നു. പല ബെഡുകളും വൃത്തികേടായി തന്നെയാണ് കിടക്കുന്നത്. ആര്യൻ്റെ ബെഡൊക്കെ ഡ്രോവർ വലിച്ച് അതിൽ സാധനങ്ങൾ കുത്തി നിറച്ച് അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ശൈത്യ ഓടി വന്ന് സ്പൈക്കുട്ടൻ എത്തുന്നതിന് മുന്നേ തന്നെ ബെഡൊക്കെ ക്ലിയർ ആക്കി ഇടുന്നത് കാണാമായിരുന്നു. പക്ഷേ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയത് അനുമോളുടെയൊക്കെ ബെഡ് ഇരിക്കുന്ന ആ കോർണറിലേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി എന്തോ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകുക അനുമോളുടെ എന്തെങ്കിലും കള്ളം പൊക്കാനായിരിക്കുമെന്നാണ്. എന്നാൽ നടന്നത് നേരെ തിരിച്ചാണ്. മുന്നിൽ നിന്നിരുന്ന നെവിനെ ക്രോസ് ചെയ്താണ് സ്പൈക്കുട്ടൻ നിന്നിരുന്നത്. നെവിന് മുന്നിൽ നിന്ന് അനങ്ങാതെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചു നിന്ന റോബോയെ കണ്ടപ്പോൾ ഹൗസിലുള്ളവർക്ക് കാര്യം മനസ്സിലായി. നെവിനെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ എന്താണ് നെവിൻ ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. നെവിൻ ആകെ പരിഭ്രമിച്ചു പോയിരുന്നു. അലറി വിളിച്ചുകൊണ്ട് നെവിൻ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ റോബോയും പിന്നാലെ ചെല്ലുകയാണ്. എന്താണ് എടുത്തത് വെച്ചാൽ തിരിച്ചു തരാൻ പറയുമ്പോൾ ഒരു ബോക്സ് എടുത്തിട്ട് പുറത്തേക്ക് ഇടുന്നുണ്ട്. അതിൽ ഷുഗർ കട്ടെടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ജിസയിലും ഒക്കെ കിച്ചണിലുള്ളപ്പോൾ നെവിൻ്റെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമല്ലോ. അനുമോളാവുമ്പോൾ അത് നടക്കില്ല. അതിൻ്റെ പേരിലായിരുന്നു മിക്കവാറും വഴക്കുണ്ടായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വീണ്ടും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ എല്ലാവരും നിന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് മിണ്ടാൻ പറ്റാതിരുന്ന നെവിൻ സംസാരിക്കുന്നുമുണ്ട്. ക്യാപ്റ്റനായിരിക്കെ തന്നെ ഉറങ്ങിയതിനും ടാസ്കിനിടയിൽ സംസാരിച്ചതിനും നെവിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ലൈറ്റ്സ് ഓഫിന് ശേഷം 100 പ്രാവശ്യം ഗാർഡൻ റൗണ്ട് ചെയ്യണമെന്നതാണ് ഒന്നാമത്തെ പണിഷ്മെൻറ്റ്. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ആവർത്തിക്കരുതെന്നും കൂടെ താക്കീത് നൽകുന്നുണ്ട് ബിഗ് ബോസ്.